നമ്മുടെ സിസ്റ്റത്തിൽ റൺ ആയിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രോസസ്സും നമുക്ക് കാണണമെങ്കിൽ നമുക്ക് PSAUX എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രോസസ്സും നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്കിവിടെ നോക്കിയാൽ കാണാം ഒരുപാട് സർവീസസ് ഇപ്പോൾ റൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ പ്രോസസ്സും നമുക്കിതുപോലെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. സോ ഇവിടെ നോക്കിയാൽ ഇതിൻ്റെ ഈ ആദ്യം കാണുന്നത് PID പ്രോസസ് ID, പിന്നെ പെർസെൻറ്റേജ് CPU യൂസേജ്, മെമ്മറി യൂസേജ്, അതുപോലെ നിങ്ങൾക്കിത് സ്റ്റാർട്ട് ചെയ്ത സമയം, ഇതിപ്പോൾ റൺ ആയിക്കൊണ്ടിരിക്കുന്ന സമയം മുഴുവൻ തുടങ്ങിയ എല്ലാ സമയങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട കമാൻഡ് തുടങ്ങിയവയെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഈ നെറ്റ്വർക്കിങ്ങുമായി ബന്ധപ്പെട്ട കുറച്ച് കമാൻഡ്സ് ആണ്. സോ നമ്മുടെ സിസ്റ്റത്തിൻ്റെ IP അഡ്രസ്സ് കാണണമെങ്കിൽ നമ്മൾ IP അഡ്രസ് ഷോ എന്ന് കൊടുക്കുക. സോ ഇങ്ങനെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ IP അഡ്രസ്സ് എല്ലാം കാണാൻ സാധിക്കും. സോ നിങ്ങൾക്കിവിടെ IPv4 അതുപോലെ തന്നെ IPv6 അഡ്രസ്സും എല്ലാം നിങ്ങൾക്ക് ഈ ഭാഗത്ത് കാണാൻ സാധിക്കുന്നതാണ്. അടുത്തതായുള്ളത് പിങ് കമാൻഡാണ്. പിങ് കമാൻഡ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കമാൻഡാണ്. നമ്മുടെ സിസ്റ്റം ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ നമ്മളൊരു സെർവറുമായി കണക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഉദാഹരണമായി ഞാനിവിടെ പിങ് google.com എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിതുപോലെ ഒരു റെസ്പോൺസ് വരുന്നതായിരിക്കും. സോ ഇത് എൻഡ് ചെയ്യുന്നതിന് നമ്മൾ Ctrl+C പ്രസ് ചെയ്യുക. സോ Ctrl+C പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നമുക്കിവിടെ സ്റ്റാറ്റിസ്റ്റിക്സ് കാണാൻ കഴിയും. 7 പാക്കറ്റ് ട്രാൻസ്മിറ്റഡ്, 7 റിസീവഡ്, 0% പാക്കറ്റ് ലോസ്. അതിനർത്ഥമാക്കുന്നത് നമ്മൾ ഈ ഒരു google.com എന്ന് പറയുന്ന വെബ്സൈറ്റുമായി സക്സസ്ഫുള്ളി നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇൻ്റർനെറ്റ് കണക്ഷന് യാതൊരു കുഴപ്പവുമില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇങ്ങനെ നമുക്ക് നമ്മുടെ കണക്ഷൻ ടെസ്റ്റ് ചെയ്യുന്നതിന് നമുക്ക് പിങ് എന്ന് പറയുന്ന ഈ കമാൻഡ് ഉപയോഗിക്കാം. പിങ് ഉപയോഗിച്ച് നമുക്ക് IP അഡ്രസ്സും കൊടുക്കാൻ സാധിക്കും, അതുപോലെ തന്നെ വെബ്സൈറ്റ് നെയിമും നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഉദാഹരണമായി ഞാൻ എൻ്റെ ലോക്കൽ ഹോസ്റ്റ് IP അഡ്രസ്സ് കൊടുക്കാം. പിങ് 127.0.0.1. ഇപ്പോൾ നമ്മൾ ലോക്കൽ ഹോസ്റ്റുമായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. നമുക്ക് 0% പാക്കറ്റ് ലോസ് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലെ നമുക്ക് വെബ്സൈറ്റ് നെയിമും കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കൊരു IP അഡ്രസ്സ് ഉണ്ടെങ്കിൽ അതും കൊടുക്കാൻ സാധിക്കും. സോ നമ്മൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടർ ആ ഒരു IP അഡ്രസ്സുമായി അല്ലെങ്കിൽ ആ ഒരു വെബ്സൈറ്റുമായി കണക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഹോസ്റ്റ് കമാൻഡാണ്. സോ ഹോസ്റ്റ് കമാൻഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഹോസ്റ്റ് നെയിമിൻ്റെ IP അഡ്രസ്സ് നമുക്ക് ലഭിക്കും. സോ ഉദാഹരണമായി നമ്മൾ google.com എന്നാണ് നമ്മുടെ സിസ്റ്റത്തിൽ എൻ്റർ ചെയ്യുന്നതെങ്കിലും അതിനൊരു IP അഡ്രസ്സ് ഉണ്ടായിരിക്കും. യഥാർത്ഥത്തിൽ ആ IP അഡ്രസ്സ് എന്താണെന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമുക്ക് ഹോസ്റ്റ് കമാൻഡ് ഉപയോഗിക്കാം. ഉദാഹരണമായി ഞാനിവിടെ ഹോസ്റ്റ് google.com എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം IP അഡ്രസ്സ് 216.58.207.110. ഇനി നമ്മൾ ഒരു ഫയർഫോക്സ് ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ google.com എന്ന് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ഗൂഗിൾ വെബ്സൈറ്റ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അതുപോലെ അതിന് പകരമായി നമ്മളിപ്പോൾ നമുക്ക് കിട്ടിയ ഈ IP അഡ്രസ്സ്, അതായത് നമുക്ക് കിട്ടിയ IP അഡ്രസ്സ് 216.58.207.110 നമുക്കത് കോപ്പി ചെയ്യാം. അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ആ ഒരു വെബ്സൈറ്റ്, അതായത് google.com എന്ന് പറയുന്ന വെബ്സൈറ്റ് ഓപ്പൺ ആവുന്നതായിരിക്കും. സോ ഇത്തരത്തിൽ ഏതൊരു വെബ്സൈറ്റിൻ്റെയും IP അഡ്രസ്സ് നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ ഹോസ്റ്റ് എന്ന് പറയുന്ന ഈ കമാൻഡ് ഉപയോഗിക്കാം. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് നമുക്കൊരു പുതിയൊരു യൂസർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ ആദ്യമായി സെറ്റിങ്സിൽ പോകുന്നു. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ യൂസേഴ്സ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോഴുള്ള യൂസർ എന്ന് പറയുന്നത് ഉബുന്തു എന്ന് പറയുന്ന യൂസർ മാത്രമേ ഉള്ളൂ. സോ നമ്മളിനി പുതിയൊരു യൂസർ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ നമ്മൾ ചെയ്യേണ്ടത് സ്യൂഡോ നമ്മൾ സൂപ്പർ യൂസർ പെർമിഷൻ, അതിനുശേഷം നമ്മൾ ആഡ് യൂസർ, അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ടത് യൂസർ നെയിമാണ്. ഞാനിവിടെ ലിനക്സ് എന്ന് കൊടുക്കുന്നു, എൻ്റർ ചെയ്യുന്നു. നമ്മുടെ റൂട്ട് പാസ്വേഡ് ചോദിക്കുന്നു, ഞാനിവിടെ പാസ്വേഡ് കൊടുക്കുന്നു. ശേഷം നമ്മുടെ യൂസർ നെയിം ക്രിയേറ്റ് ആവുന്നു. പുതിയ യൂസറിൻ്റെ പാസ്വേഡ് നമ്മളോട് ചോദിക്കുന്നു, ഞാനത് എൻ്റർ ചെയ്യുന്നു. കൺഫേം ചെയ്യാൻ ചോദിക്കുന്നു, വീണ്ടും എൻ്റർ ചെയ്യുന്നു. ഫുൾ നെയിം കൊടുക്കണമെങ്കിൽ നമുക്ക് കൊടുക്കാം. സോ ലിനക്സ് എന്ന് കൊടുക്കുന്നു. റൂം നമ്പർ, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കണമെങ്കിൽ ഇവിടെ കൊടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് എൻ്റർ ചെയ്ത് പോവുക. അവസാനം നമ്മൾ എല്ലാം സേവ് ചെയ്യുക. എല്ലാം കറക്റ്റാണെന്ന് ചോദിക്കുന്നു, Y പ്രസ് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. സോ നമ്മൾ ക്ലിയർ ചെയ്യുന്നു നമ്മുടെ വിൻഡോ. ഇനി നമ്മൾ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് യൂസർ എന്ന് പറയുന്ന ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ലിനക്സ് എന്ന് പറയുന്ന ഒരു യൂസർ കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് ഉപയോഗിച്ച് ആ യൂസറിൽ നമുക്ക് ലോഗിൻ ചെയ്യാനും നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ആ യൂസറിൽ ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി ബൈ ചാൻസ് നമുക്ക് ആ യൂസറിൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്യണം നോക്കുക. ഞാനിവിടെ സ്യൂഡോ passwd യൂസർ നെയിം കൊടുക്കുക ലിനക്സ്,
പുതിയ പാസ്വേഡ് ചോദിക്കും. സോ ഞാൻ പുതിയ പാസ്വേഡ് എൻ്റർ ചെയ്യുന്നു. ഇത്തരത്തിൽ നമുക്ക് ആ ഒരു യൂസറിൻ്റെ പാസ്വേഡ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമ്മളൊരു ഫയൽ etc ഫോൾഡറിൽ pass.wd എന്ന് പറയുന്നൊരു ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കറൻ്റ്ലി നമ്മുടെ സിസ്റ്റത്തിലുള്ള എല്ലാ യൂസേഴ്സിനെയും നമുക്കിവിടെ കാണാൻ സാധിക്കും. സോ നമ്മുടെ അവസാനമായി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലിനക്സ് എന്ന് പറയുന്ന യൂസറും അതുപോലെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഉബുണ്ടു എന്ന് പറയുന്ന യൂസറും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമ്മുടെ റൂട്ട് യൂസർ മുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ബാക്കിയെല്ലാം വിവിധ തരത്തിലുള്ള യൂസർ, വിവിധ തരത്തിലുള്ള സർവീസുകൾ ഉപയോഗിക്കുന്ന യൂസറും മറ്റു കാര്യങ്ങളുമാണ്. സോ ഇങ്ങനെ ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ യൂസേഴ്സിനെയും നമുക്കിതുപോലെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു യൂസർ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാമെന്ന് നോക്കാം. സോ ഇപ്പോൾ നമ്മുടെ സെറ്റിങ്ങിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഉബുണ്ടു അതുപോലെ ലിനക്സ് എന്ന് പറയുന്ന യൂസറുണ്ട്. ലിനക്സ് നമ്മൾ പുതിയതായി ക്രിയേറ്റ് ചെയ്തതാണ്. ഇത് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ നമ്മൾ ചെയ്യേണ്ടത് യൂസർ ഡെൽ, അതിനുശേഷം നമ്മുടെ യൂസർ നെയിം കൊടുക്കുക, ലിനക്സ് എൻ്റർ ചെയ്യുക. സോ നമ്മളിവിടെ സ്യൂഡോ കമാൻഡ് കൊടുക്കണം, എന്നാൽ നമുക്ക് സൂപ്പർ യൂസർ പെർമിഷൻ ലഭിക്കുകയുള്ളൂ. യൂസർ ഡെൽ ലിനക്സ് നമ്മൾ സ്യൂഡോ കൊടുക്കാത്തത് കൊണ്ടാണ് നമുക്ക് പെർമിഷൻ ഡിനൈ ചെയ്തത്. ശേഷം എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ പുതിയ യൂസർ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് സെറ്റിങ്ങിൽ പോയി നോക്കാം. ഇപ്പോൾ നമുക്കവിടെ ലിനക്സ് എന്ന് പറയുന്ന യൂസറിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കില്ല. നമ്മൾ ഓൾറെഡി അത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത്തരത്തിൽ നമുക്ക് യൂസർ ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ അത് ഡിലീറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഫയൽ പെർമിഷൻസിനെ കുറിച്ചാണ്. സോ നമ്മളിവിടെ ഫയൽ ലിസ്റ്റ് ചെയ്യുന്നതിനുള്ള കമാൻഡായ, അതിപ്പോൾ ഡെസ്ക്ടോപ്പിലാണുള്ളത്. ഡെസ്ക്ടോപ്പിൽ 3 ഫയൽസും അതുപോലെ ഒരു ഫോൾഡറും ഉണ്ട്. സോ നമ്മളിവിടെ ls കമാൻഡ് കൊടുക്കുന്നു, -l എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫയലിൻ്റെ ഡീറ്റെയിൽസ് അവിടെ ലഭിക്കുന്നു. ആദ്യത്തെ ഫയൽ, അതുപോലെ hello.txt main.py ടെസ്റ്റ് എന്ന് പറയുന്ന ഡയറക്ടറി. സോ നിങ്ങൾക്കിപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും നമ്മുടെ 3 ഫയലിനും നമുക്ക് ആദ്യം -1 വന്നു, പിന്നെ അവസാനത്തെ ഡയറക്ടറിക്ക് നമുക്ക് d വന്നു. പിന്നെ നമുക്ക് കാണുന്ന rwx ഈ ഭാഗത്തില്ല, അത് -1 ആണ്. സോ ഈ ആദ്യത്തെ 3 ഈ ലെറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ യൂസറുമായി ബന്ധപ്പെട്ട പെർമിഷനാണ്. ഇപ്പോൾ ഈ ഒരു ഫയൽ എടുക്കുകയാണെങ്കിൽ, സോ ഈ ഒരു hello.txt എടുക്കുകയാണെങ്കിൽ rw അതൊരു ഫയൽ ആയതുകൊണ്ട് തന്നെ എക്സ് വരില്ല, അത് കാരണം എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കില്ല. യൂസറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫയൽ നമുക്ക് റീഡ് ചെയ്യാൻ സാധിക്കും, അതുപോലെ റൈറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ എക്സിക്യൂട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഇതിനില്ല, അതുകൊണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ വരുന്നതെന്ന് പറയുന്നത് ഗ്രൂപ്പാണ്, യൂസർ ഗ്രൂപ്പാണ്. ഈ യൂസർ ആ ഒരു ഗ്രൂപ്പിലുള്ള യൂസേഴ്സിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, പ്രത്യേക ഗ്രൂപ്പിലുള്ള യൂസേഴ്സിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും. സോ റീഡ് ചെയ്യാൻ സാധിക്കും, റൈറ്റ് ചെയ്യാൻ സാധിക്കും, അതുപോലെ എക്സിക്യൂട്ട് ഓപ്ഷൻ ഇല്ല, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പിന്നെ അവസാനമായി വരുന്നത് ഈ കമ്പ്യൂട്ടറിലെ മറ്റ് യൂസേഴ്സിന് ഈ ഒരു ഫയൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, അവർക്ക് റീഡ് ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ, റൈറ്റ് ചെയ്യാനോ എക്സിക്യൂട്ട് ചെയ്യാനോ സാധിക്കില്ല. സോ പിന്നെ വരുന്ന ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ യൂസർ നെയിമും, ഈ രണ്ടാമത് വരുന്നത് നമ്മുടെ യൂസർ ഗ്രൂപ്പുമാണ്. ഇപ്പോൾ നമുക്കൊരു സിംഗിൾ ഗ്രൂപ്പേ ഉള്ളൂ, മറ്റുള്ളവ അതിൻ്റെ മെമ്മറി സൈസും മറ്റു കാര്യങ്ങളും ക്രിയേഷൻ ഡേറ്റും എല്ലാമാണ് കാണുന്നത്. ഇനി ഉദാഹരണമായി നമ്മൾ file.c എന്ന് പറയുന്ന ഫയൽ തന്നെ എടുക്കാം. ഇതിപ്പോൾ റീഡ് ആൻഡ് റൈറ്റ് മാത്രമേ ഉള്ളൂ, യൂസറിന് റീഡ് ആൻഡ് റൈറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് റീഡ് ആൻഡ് റൈറ്റ് ചെയ്യാൻ സാധിക്കില്ല, അതുപോലെ മറ്റ് യൂസേഴ്സിനും റീഡ് ആൻഡ് റൈറ്റ് ചെയ്യാൻ സാധിക്കില്ല. സോ ഇതെങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ഈ file.c ആദ്യമായി എല്ലാവർക്കും റീഡ് ആൻഡ് റൈറ്റ് ചെയ്യാൻ സാധിക്കുന്ന രൂപത്തിലേക്ക് മാറ്റുകയാണ്. അത് നമ്മൾ ചെയ്യേണ്ടത് chmod എല്ലാവർക്കും ചെയ്യണമെങ്കിൽ നമ്മൾ a എന്ന് കൊടുക്കുന്നു. a എന്ന് കൊടുത്ത ശേഷം പ്ലസ് എന്ന് പറയുന്ന സൈൻ കൊടുക്കുക. പ്ലസ് എന്ന് പറയുന്ന സൈൻ കൊടുക്കുന്നത് നമ്മൾ ഒരു പെർമിഷൻ ഗ്രാൻറ്റ് ചെയ്യുകയാണ്, ഓക്കെ, ഒരു പെർമിഷൻ അനുവദിക്കുകയാണ്. നമ്മൾ പ്ലസ് കൊടുക്കുന്ന സംഭവങ്ങളെല്ലാം എല്ലാ യൂസേഴ്സിനും നമ്മൾ അനുവദിച്ച് കൊടുക്കുകയാണ് ചെയ്യാൻ. സോ നമ്മളിവിടെ കൊടുക്കുന്നു rw, അതായത് റീഡ് റൈറ്റ് ചെയ്യാൻ സാധിക്കണം എല്ലാവർക്കും. അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ടത് ഫയൽ നെയിമാണ് file.c എൻ്റർ ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ലിസ്റ്റ് ചെയ്ത് നോക്കാം, ഫയൽ ലിസ്റ്റ് ചെയ്ത് നോക്കാം, ls-l. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം നമ്മുടെ file.c എല്ലാവർക്കും ഇപ്പോൾ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും rw ഗ്രൂപ്പിനും അതുപോലെ യൂസറിനും അതുപോലെ മറ്റ് ഇതിൻ്റെ ഓണർക്കും റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും സാധിക്കും. ആദ്യത്തേത് ഓണറാണ്, രണ്ടാമത്തേത് ഗ്രൂപ്പാണ്, മൂന്നാമത്തേത് അതർ യൂസറാണ്. a+rw കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഓൾ നമുക്കത് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഗ്രൂപ്പിലുള്ളവർക്ക് ഈ റൈറ്റിംഗ് പെർമിഷൻ നമ്മൾ എടുത്ത് കളയുന്നു. സോ അതങ്ങനെ ചെയ്യാൻ നോക്കാം. സോ നമ്മൾ chmod, അതിനുശേഷം നമ്മൾ ഗ്രൂപ്പാണ്, സോ g എന്ന് കൊടുക്കുക, -w എന്ന് കൊടുക്കുക, ഫയൽ നെയിം കൊടുക്കുക, file.c എൻ്റർ ചെയ്യുക. ഇനി നമുക്ക് ഫയൽ ലിസ്റ്റ് ചെയ്ത് നോക്കാം, ls-l. സോ നിങ്ങൾക്കിവിടെ കാണാം ഇപ്പോൾ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് ഇതിൽ റൈറ്റ് ചെയ്യാൻ സാധിക്കില്ല, ഓക്കെ.
സോ ഇനി നമുക്ക് എല്ലാവർക്കും ഇതിൻ്റെ ആക്സസ് എടുത്ത് കളയാമെന്ന് നോക്കുക. ഓക്കെ, സോ നമ്മളിവിടെ chmod a-rw എൻ്റർ ചെയ്യാം. സോറി, a-rw ഫയൽ ഡോട്ട് സി എൻ്റർ ചെയ്യാം. സോ നമ്മൾ ക്ലിയർ ls-l. സോ നമുക്കിപ്പോൾ എല്ലാം നമുക്കൊരു ഐഫണാണ് ലഭിക്കുന്നത്. സോ ആർക്കും ഇതിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഉദാഹരണമായി നമ്മളിവിടെ ഫയൽ ഡോട്ട് സി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫയൽ ഡോട്ട് സി ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കുഡ് നോട്ട് ഓപ്പൺ ദ ഫയൽ, യു ഡു നോട്ട് ഹാവ് ദ പെർമിഷൻ ടു നെസസറി ഓപ്പൺ ദ ഫയൽ. നമ്മളിപ്പോൾ എല്ലാവരുടെയും പെർമിഷൻ എടുത്ത് കളഞ്ഞിരുന്നു, അതുകൊണ്ടാണ് നമുക്ക് ഇതുപോലെയുള്ള മെസ്സേജ് വരുന്നത്. ഇനി നമുക്ക് യൂസറിന് മാത്രം പെർമിഷൻ കൊടുക്കാം. സോ chmod u+rw എൻ്റർ ചെയ്യാം. സോറി, u+rw ഫയൽ ഡോട്ട് txt, u+rw ഫയൽ ഡോട്ട് സി, സോറി ഫയൽ ഡോട്ട് സി. നമുക്ക് ലിസ്റ്റ് ചെയ്ത് നോക്കാം. സോ നമുക്കിവിടെ റീഡ് ആൻഡ് റൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി നമ്മൾ ഈ ഫയൽ ഡോട്ട് സി ഓപ്പൺ ചെയ്ത് നോക്കാം. സോ നമുക്ക് ഇനി ഈ ഫയൽ മോഡിഫൈ ചെയ്യാനും സേവ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ ഓരോ യൂസേഴ്സ് ഗ്രൂപ്പിനും പ്രത്യേകമായി എങ്ങനെ നമുക്ക് പെർമിഷൻ കൊടുക്കാമെന്ന് നോക്കാം. സോ നമ്മളിവിടെ ആദ്യത്തെ ഫയൽ ഡോട്ട് സിക്ക് എല്ലാവർക്കും റീഡിങ്ങിനുള്ള പെർമിഷനുണ്ട്. സോ നമ്മൾ ചെയ്യുന്നത് chmod a-r ഫയൽ ഡോട്ട് സി. സോ നമുക്കിനി ഫയൽ ലിസ്റ്റ് ചെയ്ത് നോക്കാം. സോ നമുക്ക് ഇപ്പോൾ ഈ ഫയൽ ഡോട്ട് സിക്ക് യാതൊരു പെർമിഷനുമില്ല. റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ ആർക്കും യാതൊരു പെർമിഷനില്ല. നമുക്ക് ആദ്യമായി യൂസറിന് റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കാം. സോ ഞാനിവിടെ chmod യൂസർ നമ്മൾ യു കൊടുക്കുക +rw ഫയൽ ഡോട്ട് സി. സോ നമുക്ക് ലിസ്റ്റ് ചെയ്ത് നോക്കാം. സോ നമുക്ക് യൂസറിന് റീഡ് റൈറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ലഭിച്ചു. ഇനി നമുക്ക് ഗ്രൂപ്പിന് കൊടുക്കാം. സോ നമ്മൾ ഗ്രൂപ്പിന് കൊടുക്കേണ്ടത് chmod g. ഗ്രൂപ്പിന് നമ്മൾ റീഡ് ചെയ്യാനുള്ള പെർമിഷൻ മാത്രം കൊടുക്കുന്നു, g+r ഫയൽ ഡോട്ട് സി. സോ നമുക്ക് ഫയൽ ലിസ്റ്റ് ചെയ്യാം ls-l. സോ നമുക്ക് ഗ്രൂപ്പിന് റീഡ് ചെയ്യാനുള്ള പെർമിഷൻ നമുക്കിവിടെ ലഭിച്ചു. ഇനി അതുപോലെ നമുക്ക് അതർ യൂസേഴ്സിന് കൊടുക്കണമെങ്കിൽ അതർ യൂസേഴ്സിന് റീഡ് ചെയ്യാൻ റൈറ്റ് ചെയ്യാൻ നമ്മൾ പെർമിഷൻ കൊടുക്കാം. സോ ഞാനിവിടെ chmod അതർ യൂസർ നമ്മൾ കൊടുക്കുന്നത് o ആണ്, o പ്ലസ് റീഡ് റൈറ്റ് ഫയൽ ഡോട്ട് സി എൻ്റർ ചെയ്യാം. നമുക്ക് ഫയൽ ലിസ്റ്റ് ചെയ്യാം ls-l. സോ നമുക്ക് അതേഴ്സിന് റീഡ് റൈറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ലഭിച്ചു. ഇത്തരത്തിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോ യൂസറിനും ഇതുപോലെ കൊടുക്കാൻ സാധിക്കും. എല്ലാവർക്കും കൊടുക്കണമെങ്കിൽ നമ്മൾ എ എന്ന് കൊടുക്കുക. ഒരു സെപ്പറേറ്റ് ആയി കൊടുക്കണമെങ്കിൽ നമ്മുടെ ഓണർ യൂസറിനാണെങ്കിൽ യു എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ അതുപോലെ ഗ്രൂപ്പിനാണെങ്കിൽ ജി, അത് മറ്റ് യൂസേഴ്സിനാണെങ്കിൽ ഒ എന്ന് കൊടുക്കുക. ഇത്തരത്തിൽ നമുക്ക് chmod എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് ഫയൽ പെർമിഷൻ ഗ്രാൻറ്റ് ചെയ്യാനും അതുപോലെ റെസ്ട്രിക്റ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്.